ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീന തിരിച്ചു വരികയാണ്. അതിനുള്ള സ്വാധീനമെല്ലാം അവർ ചെലുത്തുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചു വരുന്നു. അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാനായി ജനങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് മുഹമ്മദ് യൂനുസിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ തടയിടാനാവുക എന്ന് ആലോചിച്ച് മോദിക്ക് കത്ത് വരെ എഴുതി മുഹമ്മദ് യൂനുസ്, ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇപ്പം നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് മുഹമ്മദ് യൂനുസ്. അയാൾ ഈ ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങളും മറ്റ് ഭരണ പ്രതിസന്ധിയെല്ലാം പരിഹരിക്കാൻ ഇപ്പം ശരിയാക്കാം എന്ന് കരുതി ആ അധികാരത്തിൻ്റെ ഉപദേശകൻ, അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള ഒരാൾ, താൽക്കാലിക ഭരണസമിതിയുടെ ചുമതലയുള്ളയാൾ, ഇയാൾ ആ എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കാം, രാജ്യത്തെ ജനാധിപത്യ രീതിയിലോട്ട് തന്നെ മടക്കിക്കൊണ്ട് തരാം എന്നുള്ള വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ഭരണം ഏറ്റെടുത്തത്. പക്ഷേ ഭരണത്തിലേറി തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതായിരുന്നു നമ്മൾ ഇത്ര നാളും കണ്ടത്. അവസാനം സഹികെട്ട് ഇയാൾ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ ജൂണിൽ, അതായത് ഈ ജൂണിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ പുള്ളിക്കാരൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ഏപ്രിലിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കും, രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിലൊരു സർക്കാർ ഉണ്ടാക്കും എന്നാണ് മുഹമ്മദ് യൂനുസ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ UK ഔദ്യോഗിക സന്ദർശനത്തിലാണ്. അവിടെ ഈ ചാത്താം ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ലോക നേതാക്കൾ, മാധ്യമപ്രവർത്തകരടക്കം പങ്കെടുത്ത് ഒരു സംഭാഷണം നടത്താറുണ്ട്. അവിടെ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ മുഹമ്മദ് യൂനുസ് ഇപ്പോൾ തൻ്റെ ഒരു അവസ്ഥ വെളിപ്പെടുത്തിയത്. ഈ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ചോദ്യം ഉയർന്നു, താങ്കൾ മാത്രമാണോ, താങ്കൾ ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, ഇനി രാഷ്ട്രീയത്തിൽ തുടരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അപ്പോൾ പറഞ്ഞു, ഇതോടുകൂടി മതിയായി, ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉപചോദ്യം വന്നു, താങ്കൾ മാത്രമാണോ അവസാനിപ്പിക്കുന്നത്, താങ്കളുടെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ ഉണ്ടാകുമല്ലോ, അവർ തുടരുന്നുണ്ട്, അപ്പോൾ അവർക്കും മതിയായി, ക്യാബിനറ്റിനടക്കം മൊത്തത്തിലൊരു തീരുമാനം, അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഇനി തുടരേണ്ടതില്ല, ജനാധിപത്യ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതിനുശേഷം ഉള്ള അധികാര കൈമാറ്റം സുഗമമായി നടക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് തനിക്കുള്ളതെന്നാണ് മുഹമ്മദ് യൂനുസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ മുഹമ്മദ് യൂനുസിനെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് അവിടെ നിന്ന് രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലേക്ക് വന്ന ഷെയ്ഖ് ഹസീനയാണ്. അതായത് അധികാരത്തിൽ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയേക്കാൾ അധികാരമില്ലാത്ത ഷെയ്ഖ് ഹസീന ഏറെ ശക്തയായി നിൽക്കുന്നതാണ് മുഹമ്മദ് യൂനുസിനെ ഇത്ര വലിയ പ്രശ്നത്തിലാക്കുന്നത്. അവർ ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന ഓരോ സംഭാഷണങ്ങളും ഓരോ വീഡിയോകളും അവിടെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ജനസ്വാധീനം ഉണ്ടാക്കുന്നു, വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പ്രേരണയാകുന്നു. ഇതൊക്കെ മുഹമ്മദ് യൂനുസിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് ഹസീന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഷെയ്ഖ് ഹസീനെ വിലക്കണം, അവരെ തടയണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥന നടത്തിയതായിട്ട് ഈ മുഹമ്മദ് യൂനുസ് അവിടെ വെച്ച് പറയുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഒറ്റ മറുപടി കൊണ്ട് നമ്മുടെ യൂനുസിൻ്റെ വായടപ്പിച്ചു. അതായത് അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ്. അവിടെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സോഷ്യൽ മീഡിയയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അല്ലെ ചൈനയിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പരിപാടി നടക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും ചെയ്യാം. അപ്പോൾ അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് യൂനുസെ എന്ന് മോദി തിരിച്ചു ചോദിച്ചു എന്നുള്ള വളരെ ഖേദകരമായി പറഞ്ഞു എന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി മുഹമ്മദ് യൂനുസ് മോദിയോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആതിഥേയത്വം ഒരുക്കുന്നെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ അവരെ ഞങ്ങൾക്ക് കൈമാറാനായിട്ടുള്ള നടപടി എടുക്കണം. മിക്കവാറും നടന്ന പോലെ തന്നെ ഇരിക്കും. കാര്യം ഇവിടെ അഭയം തേടി വന്ന ഒരാളെ ഇവിടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനുണ്ട്. അവർ സ്വമേധയാ പോകുന്നെങ്കിൽ പോകുമായിരിക്കും. എനിക്ക് തോന്നുന്നു അവർക്കുള്ള മടങ്ങിപ്പോകാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലവിൽ ബംഗ്ലാദേശിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മുഹമ്മദ് യൂനുസ് അധികാരത്തെ ഏറ്റെടുക്കുന്ന സമയം അവിടെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭവും ആഭ്യന്തര സംഘർഷവും ഭരണ അരക്ഷിതാവസ്ഥയും ഉള്ളൊരു സമയത്താണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വന്നതിന് ശേഷം ഈ മുഹമ്മദ് യൂനുസ് ഒരു ഭരണകർത്താവെന്ന നിലയിൽ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. അദ്ദേഹത്തിന് പരമ്പരാഗത ബംഗ്ലാദേശി സങ്കല്പങ്ങളായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു സൗഹൃദ രാഷ്ട്രത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു മുഹമ്മദ് യൂനുസിനുള്ളത്. പകരം കുറച്ചുകൂടി സാമ്പത്തികമായി മെച്ചമുള്ള ചൈനയുടെ ഇഷ്ടം നേടുക എന്നുള്ളതായിരുന്നു മുഹമ്മദ് യൂനുസിൻ്റെ അജണ്ട. അതിൻ്റെ പ്രകാരം ചൈനയിൽ സന്ദർശനം നടത്തി അവിടെ പോയി നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ആളാണ് മുഹമ്മദ് യൂനുസ്. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മറ്റ് സിസ്റ്റർ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്ന 7 സംസ്ഥാനങ്ങൾ, അവിടെ ചൈന അധിനിവേശം നടത്തണം, അതിന് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന തരത്തിൽ പ്രസ്താവന നടത്തി. അതുകൂടാതെ ഇന്ത്യക്ക് ഈ പറയുന്ന
7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ആക്സസ് റോഡ് മാർഗമുള്ള വഴി അത് ബംഗ്ലാദേശ് വഴിയാണ്, ഞങ്ങളൊന്നും വിചാരിച്ച ഇപ്പോൾ ഒരു പണി നടക്കില്ല എന്ന് വരെ പ്രസ്താവനകൾ ഇറക്കിയ ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇന്ത്യ ആ കാര്യത്തിലൊരു ശക്തമായ നിലപാടെടുത്തു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി ഇനി നമ്മുടെ കരമാർഗം വേണ്ട, റോഡാണല്ലോ പ്രശ്നം, അപ്പോൾ നിങ്ങളും റോഡ് മാർഗം വരേണ്ട, പകരം കപ്പൽ മാർഗം നമ്മുടെ തുറമുഖങ്ങൾ വഴി മാത്രം നിങ്ങളുടെ ഇറക്കുമതി മതി എന്ന തരത്തിൽ ഇന്ത്യയും നിലപാടെടുത്തു. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ ശിഥിലമാകാൻ കൂടി കാരണക്കാരനായ ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് യൂനിസ്. അവസാനം നിക്കക്കള്ളി ഇല്ലാണ്ട് അയാൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിന് ശേഷമോ ബംഗ്ലാദേശിൽ നിന്ന് അയാൾ നാട് കടക്കാനുള്ള സാധ്യതയാണുള്ളത്. കാര്യം അത്രയ്ക്ക് വലിയൊരു ജനവിരുദ്ധ വികാരം, ഇയാൾക്കെതിരെയുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നു. അത് അവിടെ നിലനിന്ന് പോകാൻ അയാൾക്ക് ശ്വാസം മുട്ടുന്നൊരവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തും. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായിരിക്കും മുഹമ്മദ് യൂനിസ് നോക്കുക. ഇത് നേരത്തെ കണ്ടിട്ട് തന്നെ ആയിരിക്കും മുഹമ്മദ് യൂനിസ് ഇനിയൊരു രാഷ്ട്രീയ പ്രവേശമില്ല, സർക്കാർ രൂപീകരിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ അയാൾ ഇത് ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നില്ല, 84 വയസ്സായെന്നൊക്കെയാണ് കാരണം പറയുന്നത്. പക്ഷേ യൂനിസിൻ്റെ നിലപാടിൽ ആ രാജ്യം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ സൗഹൃദവും നിന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരുന്ന തുണിത്തരങ്ങൾ, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉള്ള കയറ്റുമതി ഇന്ത്യ വേണ്ട എന്ന് വെച്ചു. ഇങ്ങോട്ടേക്ക് ഒന്നും തരണ്ട, നമ്മൾ അവരുടെ കപ്പൽ ഗതാഗതത്തെ പോലും ലിമിറ്റ് ചെയ്തു, നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ അവരുമായിട്ടുള്ള ഈ സേവന വ്യാപാര മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു നിർത്തിവെക്കലിലേക്ക് പോയി. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് ബംഗ്ലാദേശിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മതമൗലികവാദമാണ്. ഒരു ഇസ്ലാമിക രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റുക, ഫണ്ടമെൻ്റലിസ്റ്റ് രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ബുദ്ധിസ്റ്റുകളെ കൂട്ടക്കൊല ചെയ്യുന്നു, വലിയ ആക്രമണമാണ് ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്നത്, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം. അതിനെല്ലാത്തിനും കുടപിടിക്കുന്ന ഒരാളാണ് മുഹമ്മദ് യൂനിസ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള മതമൗലിക പാർട്ടിയെ, അവരുടെ സംഘടനയെ അവർ നിരോധനം നീക്കി തിരിച്ചു കൊണ്ടുവന്നു. ഷെയ്ഖ് ഹസീന നിരോധിച്ചതാണ് ആ സംഘടനയെ. അപ്പോൾ അങ്ങനെ BNP ആണ് പിന്നെ ഇയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത്. അവർക്ക് ഇലക്ഷൻ നടത്താത്തതിൽ വലിയ അതൃപ്തിയുമുണ്ട്. എന്നാൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും സൈന്യം ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ഇപ്പോൾ സൈന്യം പറയുന്നുണ്ട്, നിങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനിയൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്രസമൻ്റെ വലിയ താക്കീതായിരുന്നു അന്ന് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. 3 സൈന്യത്തിൻ്റെ മേധാവികളും കൂടിയാണ് അന്ന് യൂനിസിനെ സന്ദർശിച്ചത്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൻ്റെ പോക്കത്ര നല്ലതിലേക്കല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നെല്ലാം ലഭിക്കുന്ന സൂചന.